ഫോറം ഓഫ് റീസെൻ്റ്ലി റിട്ടയേർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, 2023 ഏപ്രിൽ 10 ട്രഷറിക്കുള്ള സർക്കാർ കത്ത് പിൻവലിക്കുക, പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോറം ഓഫ് റീസെൻ്റ്ലി റിട്ടയേർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. ഒരിക്കലും ഒരു പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയല്ല. എപ്പോ പറഞ്ഞാലും സർക്കാർ പറയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു അതല്ല നമ്മുടെ ആവശ്യം. നമ്മൾക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അത് നമ്മളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക. അതായത് 2019 ജൂലൈ മുതൽ 2021 മാർച്ച് വരെയുള്ള നമ്മളുടെ പെൻഷൻ ശമ്പള പരിഷ്കരണത്തിന്റെ, അതായത് ശമ്പളത്തിന്റെ വിഹിതം, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരിക്കലും മറ്റൊന്നല്ല. അത് സർക്കാർ നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അത് ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ 6 മാസം നമ്മൾ നിവേദനം കൊടുത്ത് കാത്തിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ അടുത്ത ഒരു പരിപാടി എന്ന നിലയാണ് നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടി, നമ്മുടെ ധർണാ സമരം. അപ്പൊ ഇവിടുന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ആവേശം തോന്നുകയാണ്. കാരണം നമ്മളുടെ ഈ ഒരു പരിപാടി ഇത്രയും ഒരു വൻ വിജയമാക്കി തീർത്ത നിങ്ങളോട്, ഈ കൂട്ടായ്മയിലെ അംഗങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അപ്പോ നമ്മളുടെ അടുത്ത ഈ പരിപാടി ഒരു വിജയമാണ്. സർക്കാർ എന്തുകൊണ്ടും നമുക്ക് ഇത് നൽകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അപ്പോ ഇനിയും നമുക്ക് സർക്കാർ ഇതിനോട് മുഖം തിരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതായിരിക്കും. എപ്പോഴും സർക്കാർ നമ്മളോട് മുഖം തിരിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് ന്യായമായി കിട്ടേണ്ട നമ്മുടെ അവകാശം, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തരട്ടെ, അല്ലെങ്കിൽ ലഭ്യമാകട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വിവേചനം സർക്കാർ കാണിച്ചു. കുറച്ച് ജീവനക്കാർ